ഭീഷ്മശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാരദാമ്മ തുടരെ ഇങ്ങനെ ഗോപാലകൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, ആ ബോഡി കൊണ്ടുപോയി എന്ത് ചെയ്തു? എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ്, എനിക്ക് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല, ഇനി നമ്മുടെ പറമ്പിലെങ്ങാനും എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് ശാരദ, ഇനി നമ്മുടെ സ്വസ്ഥത കെടുത്താനായിട്ട് അവൻ വരില്ല, അവൻ്റെ ശരീരവും വരില്ല, നീ അതങ്ങ് മറന്നേക്ക് എന്ന് പറയുമ്പോൾ ശാരദാമ്മ ഗോപാലകൃഷ്ണൻ വിടാനായിട്ട് ഭാവമില്ല, അറിഞ്ഞേ തീരൂ എന്നുള്ളൊരു വാശിയിൽ നിൽക്കുകയാണ്. അന്നേരമാണെങ്കിൽ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ പറയാനായിട്ട് വരുന്നുണ്ട്. അന്നേരം എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടി താഴ്ത്തിയോ പറമ്പിലാണോ എന്നൊക്കെ ഇങ്ങനെ ശാരദാമ്മ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണെങ്കിലും മുറ്റത്ത് ശാലിനി കുട്ടികളും കൂടി കാറിലെത്തുന്നുണ്ട്. അന്നേരം ശാലിനിയാണ് ഇങ്ങനെ ആദ്യമേ അകത്തേക്ക് കയറി വരുന്നത്. അന്നേരം ഗോപാലകൃഷ്ണൻ ശാരദാമ്മയോട് ഇങ്ങനെ പറയാനായിട്ട് വരുന്ന ആ ഒരു ടൈമിലാണ് ശാലിനി ഇങ്ങനെ അകത്തേക്ക് കയറുന്നത്. അന്നേരം ശാലിനിയെ കണ്ട് ഇവർ സംസാരം നിർത്തുന്നുണ്ട്. അന്നേരം ഇവർ ഒന്ന് പരുങ്ങുകയാണ്, രണ്ടുപേരും കൂടി ആ ഒരു കുറ്റം ചെയ്തു എന്ന പോലെ തന്നെ അവർ നിൽക്കുന്നുണ്ട്. പക്ഷേ ശാലിനി അത് ശ്രദ്ധിക്കുന്നില്ല. ശാലിനി അച്ഛൻ എപ്പോൾ വന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന് രാവിലെ എന്ന് പറഞ്ഞിട്ട് അല്ല, ഇന്നലെ വന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ്റെ കയ്യിലും ഉടുപ്പിലും ഷർട്ടിലും ഒക്കെ ആകപ്പാടെ മണ്ണൊക്കെ പുരണ്ടിരിക്കുന്നുണ്ട്. അന്നേരം അല്ല, അച്ഛൻ്റെ ദേഹത്ത് എന്താ കയ്യിലൊക്കെ മണ്ണ് ഷർട്ടിലും ഒക്കെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് രാവിലെ 2-3 വാഴക്കന്ന് കുഴിച്ചു വെക്കാനുണ്ടായിരുന്നു, അപ്പോൾ എക്സസൈസ് ആവട്ടെ എന്ന് കരുതി എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു പറമ്പിൽ എവിടെയോ ആണ് ഗോപാലകൃഷ്ണൻ ഇത് കുഴിച്ചിട്ടതും ആ ഒരു കിളച്ചൊക്കെ കിടക്കുന്ന ആ ഒരു തറയും ആ ഒരു നല്ല വൃത്തിയാക്കി ഇട്ടിരിക്കുന്ന പോലെ കാട് പിടിച്ച് കിടക്കുന്ന ആ ഒരു തറയിൽ ഈ ബോഡി കുഴിച്ചിട്ട് ആ ഒരു രംഗം അവിടെ രംഗമല്ല, കുഴിച്ചിട്ട ആ ഒരു സീൻ അവിടെ കാണിക്കുന്നുണ്ട്. കുഴിച്ചിട്ടതിന് ശേഷമുള്ള മണ്ണൊക്കെ മൂടിയിട്ടേക്കുന്ന ഒരു പറമ്പിങ്ങനെ കാണിക്കുന്നുണ്ട്. ഇത് തുടർന്നാണെങ്കിൽ പറയുന്നുണ്ട്, അല്ല പിന്നെ വിഷ്ണുവേട്ടൻ എവിടെ, നൂർജഹാനും അനൂപും എവിടെ, അവരെങ്ങോട്ട് വിളിക്കുക, എന്താണ് അവരുടെ തീരുമാനം എന്ന് അറിയണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് പക്ഷേ ശാരദാമ്മ പറയുന്നുണ്ട്, അവർ നൂർജഹാനെ ആക്കിയിട്ട് അനൂപാണെങ്കിൽ ബാംഗ്ലൂരേക്ക് പോയി, ഇവിടെ ആകെ പ്രശ്നമായി, ഇന്നലെ രാത്രി വിഷ്ണു വന്നിട്ട് പിന്നെ നൂർജഹാൻ ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമമായിരുന്നു, പക്ഷേ അപ്പോഴത്തേക്കും ആ ചന്ദ്രബോസ് വന്നു, പിന്നെ ആകെ പ്രശ്നമായി, പിന്നെ വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ആകെ ആകുകയാണ്. വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്തിനെന്ന് ചോദിക്കുമ്പോൾ അത് മോളെ ഇന്നലെ രാത്രി ഇവിടെ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ചന്ദ്രബോസ് വന്ന് അവിടെ ഉണ്ടാക്കിയ പ്രഹസനങ്ങളും പിന്നെ നസീറിൻ്റെ വാപ്പ വന്ന് നൂറിനെ പിടിച്ചുകൊണ്ട് പോയതൊക്കെ സംഭവങ്ങൾ ഇങ്ങനെ പറയുകയാണ്. എത്രയും പെട്ടെന്ന് വിഷ്ണുവിനെ ജാമ്യത്തിൽ ഇറങ്ങണം, നീ ചന്ദ്രബോസിനെ പെട്ടെന്ന് കൊണ്ടുപോയി കാണണം, അല്ലെങ്കിൽ അയാൾ പക തീർക്കും എന്ന് പറയുമ്പോൾ വിഷ്ണുവിനെ വല്ലാത്തൊരു കുരുക്കിലേക്കാണ് ഞാൻ പറഞ്ഞു വിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് ശാലിനിയാരൊക്കെ ഫോൺ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ശാരദാമ്മയെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ രണ്ടുപേരും ഓടിക്കൊണ്ടുവരികയാണ്. ശാരദാമ്മ കുട്ടികളെ ചേർത്ത് പിടിക്കുകയും മുത്തം കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം മുത്തശ്ശാന്നും പറഞ്ഞ കുട്ടികൾ ഗോപാലകൃഷ്ണൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മുത്തശ്ശൻ്റെ ദേഹത്ത് അകപ്പാടെ അപ്പടി മണ്ണും ചെളിയും ഒക്കെയാണ്. ഞാൻ പോയി ഇതൊക്കെ ഒന്ന് കഴുകിയിട്ട് വരാമെന്ന് പറയുമ്പോൾ ഈ കുട്ടികളോട് ശാലിനി പറയുന്നുണ്ട്, നിങ്ങൾ പോയി ഫ്രഷ് ആവുക, ഡ്രസ്സൊക്കെ മാറ്റി ഞാനും അങ്ങോട്ടത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ശാലിനിയാണെങ്കിൽ ഇങ്ങനെ ആരെയൊക്കെ ഫോൺ ചെയ്തുകൊണ്ട് അപ്പുറത്തേക്ക് മാറുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ ശാരദാമ്മയോട് പറയുന്നുണ്ട്, സൂക്ഷിച്ച് സംസാരിക്കണം, വാക്കുകൾ അളർന്ന് കുറിച്ചേ സംസാരിക്കാവൂ, നമ്മുടെ ഒരു വാക്കിൽ നിന്ന് പോലും ഒരു പിഴവും ഉണ്ടാവരുത്, കൊലപാതകമാണ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ അത് പുറത്ത് വരാനായിട്ട് പാടില്ല, സൂക്ഷിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ശാലിനി ശ്രദ്ധിക്കുന്നത്, ശാലിനി തൊട്ടപ്പുറത്ത് നിന്ന് തന്നെ ആരെയൊക്കെ ഫോൺ ചെയ്യുകയാണ്, വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. അന്നേരം ഗോപാലകൃഷ്ണൻ ഇത്രയും ശാരദാമ്മയോട് പറഞ്ഞിട്ട് അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്, വിഷം മാറാനും വൃത്തിയാവാനും ഒക്കെ ആയിട്ട്. തുടർന്ന് ശാലിനിയോട് ശാരദാമ്മ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് വിഷ്ണുവിനെ ജാമ്യത്തിൽ ഇറക്കണം, ചന്ദ്രബോസ് അങ്ങനെയാണ് പക വീട്ടു എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രബോസ് എന്തെങ്കിലും കുരുക്കുകൾ ഒപ്പിക്കുന്നതിന് മുമ്പ് വിഷ്ണുവേട്ടനെ രക്ഷിക്കുക തന്നെ വേണം, വല്ലാത്തൊരു കുരുക്കിലേക്കാണ് ഞാൻ വിഷ്ണുവേട്ടനെ പറഞ്ഞു വിട്ടിരിക്കുന്നത്, വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ശാലിനി ഫോൺ വിളിച്ചുകൊണ്ട് അങ്ങ് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മയാണെങ്കിൽ വീണ്ടും ആ തളത്തിലേക്കൊക്കെ പോയി നോക്കുകയാണ്, എന്തെങ്കിലും ഇവിടെ രക്തക്കറയൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ ആലോചിച്ചും ശാരദാമ്മ ആകെ ടെൻഷനിൽ നിൽക്കുകയാണ്. ഇതേ സമയം അവിടെ സ്റ്റേഷനിൽ വിഷ്ണു ആണെങ്കിൽ ലോക്കപ്പിൽ ഉണ്ട്, ചന്ദ്രബോസ് ആണെങ്കിൽ സുസ്മിതയെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം എന്താടി ഫോൺ എടുക്കാനായിട്ട് ഇത്ര താമസം, ഒരു ACP ആണ് വിളിക്കുന്നത് എന്നുള്ളൊരു ഓർമ്മ വേണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പിന്നെ കിച്ചണിലായിരുന്നു ചിറ്റപ്പ, എനിക്കുള്ളത് ഞാൻ തന്നെ വെച്ചുണ്ടാക്കണ്ടേ എന്ന് പറയുകയാണ്. അല്ല നിൻ്റെ കൊക്ക് ഭർത്താവ് എന്ന് പറഞ്ഞിട്ട്, അല്ല കുക്ക് ഭർത്താവ് എവിടെ പോയി ചോദിക്കുകയാണ്. അന്നേരം ഉഷ്ണമെന്നും പറഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങിയതാണ്, ഇനിയിപ്പോൾ ഒരു കറക്കമൊക്കെ കഴിഞ്ഞിട്ടേ വരികയുള്ളൂ, അല്ല ചിറ്റപ്പൻ എന്താ വിളിച്ചതെന്ന് ചോദിക്കുക. അന്നേരം ആ ഒരു പിന്നെ കേസിൽ ഞാൻ വിഷ്ണുവിനെ പൊക്കി അകത്തിട്ടിട്ടുണ്ട്, അത് പറയാനാണ് വിളിച്ചത്, നീ എത്രയും പെട്ടെന്ന് ഉപേന്ദ്രനെ വിളിച്ചിട്ട് ആ സ്വത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്കുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യുമെന്ന് പറയുകയാണ്. അന്നേരം അതിനൊക്കെ നമുക്ക് ഇനി സമയമുണ്ട്, നമ്മുടെ ഒരു കൈ അകലത്തിലേക്ക് രോഹിത് എന്തായാലും പോയില്ല. ചിറ്റപ്പൻ ഇപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യം, വിഷ്ണുവിനെ നമുക്ക് കയ്യിൽ കിട്ടിയിരിക്കുകയാണല്ലോ, ആ ഒരു ബോഡി എണ്ണ വീപ്പയ്ക്കകത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാനായിട്ട് സാധിക്കുമോ, പിന്നെ അവനെ കുറേ കാലം ഒന്ന് വെളിയിൽ ഇറങ്ങാത്ത രീതിക്ക് എന്തെങ്കിലും അവനെ ഒന്ന് ശരിയാക്കണം എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു കേസിൻ്റെ നീക്കുപോക്ക് പോലെ ഇരിക്കും.
ഞാൻ പിന്നീട് വിളിക്കാം, ഞാൻ പറയാനാണ് വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ചന്ദ്രബോസ് വിളിപ്പിച്ചതനുസരിച്ച് ആ ഒരു സ്വർണം നഷ്ടപ്പെട്ട അച്ഛനും മകളും കൂടി അവിടേക്ക് എത്തുന്നുണ്ട്. അന്നേരം നിങ്ങളെ ഞാൻ വിളിപ്പിച്ചത് നിങ്ങൾ ഒരാളെ കാണിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് അവനെ ഇങ്ങോട്ട് കൊണ്ടുപോടോ എന്ന് പറഞ്ഞിട്ട് സി സോമശേഖരനോട് ചന്ദ്രബോസ് പറഞ്ഞു വിടുന്നുണ്ട്. തുടർന്നൊരു കോൺസ്റ്റബിളും ഈ സി സോമശേഖരനും കൂടി ലോക്കപ്പിനടുത്തേക്ക് ചെന്നിട്ട് എടാ നിന്റെ തിരുമുഖം കാണാനായിട്ട് രണ്ടുപേര് വന്നിട്ടുണ്ട്, വന്ന് മുഖം കാണിക്കടാ എന്ന് പറഞ്ഞിട്ട് ലോക്കപ്പ് തുറക്കാനായിട്ട് കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട്. എന്നിട്ട് തുറന്ന് വെളിയിലേക്ക് കൊണ്ടുവരികയാണ്. തുടർന്ന് വിഷ്ണു ഇങ്ങോട്ടത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ വിഷ്ണു ഇങ്ങനെ ഈ കുട്ടിയെ തന്നെ നോക്കുന്നുണ്ട്, ഈ കുട്ടിയും നോക്കുകയാണ്. അന്നേരം ആ വഴിയിൽ വെച്ച് ഓട്ടോയിൽ കയറിയ വിഷ്ണുവിൻ്റെ ആ ഒരു രംഗം അവർ രണ്ടുപേരും ഓർമ്മിക്കുന്നുണ്ട്. തുടർന്ന് ശരിക്കും നോക്ക്, ഇവൻ തന്നെയാണോ, ഇവൻ്റെ ഓട്ടോയിൽ തന്നെയാണോ നിങ്ങൾ കയറിയത് എന്നിങ്ങനെ ചന്ദ്രബോസ് ചോദിക്കുന്നുണ്ട്. അന്നേരം അതെ, ഇയാളുടെ ഓട്ടോയിൽ തന്നെയാണ് ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് കയറിയത് എന്നിങ്ങനെ കുട്ടി പറയുമ്പോൾ വിഷ്ണു പറയുകയാണ്, എൻ്റെ പൊന്നു പെങ്ങളെ, ഞാൻ നിങ്ങളെ അന്ന് സഹായിക്കുകയല്ലേ ചെയ്തത്, സഹായിക്കുന്നവരെ ഇങ്ങനെ തിരിച്ചുപദ്രവിക്കുകയാണോ ചെയ്യേണ്ടത്? ഞാൻ നിങ്ങളുടെ സ്വർണ്ണമൊന്നും എടുത്തിട്ടില്ല, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല എന്നിങ്ങനെ പറയുമ്പോൾ മതിയാക്കടാന്നിങ്ങനെ ചന്ദ്രബോസ് പറയുകയാണ്. എല്ലാ കള്ളന്മാരും ആദ്യം ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. നീ ഈ പെങ്കൊച്ചിൻ്റെ ഇവരുടെ കയ്യിൽ നിന്നും എടുത്ത സ്വർണം എന്ത് ചെയ്തു? ഉരുക്കി വിറ്റോ? മിക്കവാറും വിൽക്കുകയായിരിക്കും ചെയ്തത്, അല്ല നീ പണയം വെക്കത്തൊന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ദേഷ്യത്തോടെ ചന്ദ്രബോസിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. തുടർന്ന് ഈ പെൺകുട്ടിയുടെ അച്ഛനും പറയുന്നുണ്ട്, മോനെ ആ സ്വർണം എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങി 2 ദിവസം കഴിഞ്ഞാൽ ഇവരുടെ കല്യാണമാണ്, വേറെ നിവർത്തിയില്ല എന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നു ചേട്ടാ ഞാനത് എടുത്തിട്ടില്ല എന്നിങ്ങനെ പറയാനായിട്ട് വരുമ്പോൾ ആ കറക്റ്റ് സമയത്ത് തന്നെ സത്യഭാമയും രാഘവൻ നായരും കൂടി ഓട്ടോയിൽ അവിടെ പോലീസ് സ്റ്റേഷനിൽ വരുന്നുണ്ട്. എന്നിട്ട് ഇവർ ഇങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ വിഷ്ണു ഇങ്ങനെ പറയാനായിട്ട് വരുമ്പോഴാണ് ഭാമ ഇങ്ങനെ അകത്തേക്ക് വരുന്നത്. അന്നേരം അമ്മ എന്ന് പറഞ്ഞിട്ട് അച്ഛ എന്നിങ്ങനെ വിഷ്ണു വിളിക്കുന്നുണ്ട്. അന്നേരം എന്താ മോനെ ഇത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം ചന്ദ്രബോസ് സത്യഭാമയെ പക്ഷേ കാണുമ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അന്നേരം ചന്ദ്രബോസ് പറയുന്നുണ്ട്, ആ കറക്റ്റ് സമയത്ത് തന്നെയാണ് നിങ്ങൾ വന്നത്. ഈ തിരിച്ചറിയൽ പരേഡ് കഴിഞ്ഞാൽ പിന്നെ അവന് വ്യക്തമായിട്ടൊരു ചോദ്യം ചെയ്യലാണ്, അത് നിങ്ങൾ കാണാതിരിക്കുന്നത് തന്നെയാണ് ഞങ്ങൾക്കും നിങ്ങൾക്കും നല്ലത്. ചോദ്യം ചെയ്ത് തുടങ്ങുമ്പോൾ ഇവിടെ പാട്ട് വയ്ക്കും, അത് ആ പാട്ട് തീരുമ്പോഴത്തേക്കും ഇവൻ കുറ്റം സമ്മതിക്കുകയും ചെയ്യും എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ ഈ പെൺകുട്ടിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, സത്യാമ്മയുടെ മകനാണോ വിഷ്ണു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതേന്ന് പറയുകയാണ്. പക്ഷേ ഭാമയ്ക്ക് ആദ്യം കുട്ടിയെ മനസ്സിലാവുന്നില്ല. അന്നേരം എങ്കിലും എൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ച് നോക്കി എവിടെയെങ്കിലും കണ്ടു മറന്ന ഒരു പരിചയം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഭാമ ഇങ്ങനെ കുട്ടിയെ തന്നെ നോക്കുന്നുണ്ട്. പക്ഷെ അപ്പം മനസ്സിലാവുന്നുണ്ട് സത്യഭാമയ്ക്കാണെങ്കിൽ. അന്നേരം ഈ പെൺകുട്ടി പറയുന്നുണ്ട്, അച്ഛന് മനസ്സിലായില്ലേ, ഇതേ സത്യഭാമ എന്ന് പറഞ്ഞിട്ട് മുൻപൊരിക്കൽ ഇവർ നടത്തിയ സമൂഹ വിവാഹത്തിൽ ഇവരുടെ മകൻ വിഷ്ണുവിന് വേണ്ടി എന്നെ ആലോചിച്ചതാണ് എന്നിങ്ങനെ പറയുമ്പോൾ ആ ഒരു സംഭവം അവിടെ 2 കൂട്ടരും മനസ്സിലോർക്കുന്നതായിട്ടാണ്. വിഷ്ണു അന്നേരം ഇങ്ങനെ ഞെട്ടി നോക്കുകയാണ്. പിന്നെ അന്ന് ആ ഒരു വിവാഹം മുടക്കിയത് ഇവരുടെ വിഷ്ണുവിൻ്റെ ഭാര്യയായ കളക്ടർ ശാന്യ വിഷ്ണു ആണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം കല്യാണ സീനൊക്കെ കാണിക്കുന്നുണ്ട്. അന്നേരം അയാൾ വിവാഹം കഴിക്കാൻ താലി കെട്ടാനായിട്ട് വന്നപ്പോൾ ഈ വിവാഹം നടത്തരുത് എന്ന് പറഞ്ഞിട്ട് ശാലിനി വന്നതും ആ കാര്യങ്ങളും. പക്ഷേ ആ ഒരു തരത്തിൽ അവിടെ ശാലിനിയാണെങ്കിൽ പെൺകുട്ടിയെ രക്ഷിക്കുകയാണ് ചെയ്തത്. അന്നേരം ചന്ദ്രബോസിന് ഇതൊക്കെ അങ്ങോട്ട് കേൾക്കുമ്പോൾ ആകെ സന്തോഷമാവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ചേർന്നാണല്ലോ ഈ പെൺകൊച്ചിൻ്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയത്, നല്ല ബെസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞിട്ട് ചന്ദ്രബോസ് ആ കസേരയിലേക്ക് അങ്ങോട്ട് ഇരിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ നോക്കുകയാണ്. രാഘവൻ നായർക്കൊന്നും പറയാൻ പറ്റുന്നില്ല. സത്യഭാമയും ഇങ്ങനെ ഈ കുട്ടിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അന്നേരം ഭാമ പറയുന്നുണ്ട്, മോളെ അന്ന് ആ വിവാഹം മുടങ്ങിയത് എങ്ങനെയാണെന്ന് നിനക്ക് അറിയാമല്ലോ, പക്ഷേ ഇപ്പോൾ എൻ്റെ മകൻ വിഷ്ണു നിൻ്റെ സ്വർണ്ണമൊന്നും എടുത്തിട്ടില്ല, പിന്നെ പോലീസുകാർ വന്ന് ഞങ്ങളുടെ വീട് മുഴുവൻ പരിശോധിച്ചതല്ലേ, ഉണ്ടെങ്കിൽ അത് കിട്ടേണ്ടതല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ഒരിക്കൽ നിങ്ങളുടെ മരുമകളായിട്ട് എൻ്റെ വിവാഹം മുടക്കി, ഇപ്പോൾ അതേ നിങ്ങളുടെ മകനെയും കൂട്ടി നിങ്ങൾ വന്നിരിക്കുകയാണ്. ഇനിയൊരു പിന്നെ ഈ വിവാഹം നടക്കാതിരുന്നാൽ 30 പവൻ്റെ സ്വർണ്ണമാണ് ഞങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നത്. ഇത് കാരണം ആ വിവാഹം നടക്കാനായിട്ട് വീണ്ടും ഒരു വിവാഹ പന്തലിൽ നിന്നും തല കുമ്പിട്ട് എനിക്ക് ഇറങ്ങേണ്ടി വരും. അങ്ങനെ ഒരു ഇറങ്ങുമ്പോഴുള്ള മനോധൈര്യം എനിക്ക് ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കാനേ കഴിയുള്ളൂ. അങ്ങനെ ഒരു സ്ഥിതി വന്നാൽ എൻ്റെ ജീവിതം തന്നെ ഞാൻ ഇല്ലാതാക്കി കളയും. അപ്പോൾ പിന്നെ നിങ്ങളുടെ മകൻ ജയിലിൽ കിടക്കുകയും ചെയ്യും. അതിനായിട്ട് ഞാൻ എൻ്റെ ജീവനെ കളയും എന്നിങ്ങനെ പറയുമ്പോൾ എന്തൊക്കെ കുട്ടി പറയുന്നതെന്ന് പറഞ്ഞിട്ട് മോളെ അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ സത്യഭാമ പറയുന്നുണ്ട്. പക്ഷേ ആ 30 പവൻ എന്നിങ്ങനെ ഈ കുട്ടി പറയുമ്പോൾ പെട്ടെന്ന് രാഘവൻ നായർക്ക് ഓർമ്മ വരുന്നുണ്ട്. ആ ഓട്ടോയിൽ നിന്നും രാഘവൻ നായർക്ക് ആ ഒരു ബാഗ് കണ്ടെടുത്തതും സീറ്റിലേക്ക് വെച്ചിട്ട് ആ ബോക്സ് തുറന്നിട്ട് രാഘവൻ നായർ ഈ സ്വർണ്ണമൊക്കെ നോക്കുന്നതൊക്കെ സീൻ ഇങ്ങനെ രാഘവൻ നായരുടെ മനസ്സിലൂടെ പോവുകയാണ്.
പക്ഷേ ഇതൊക്കെ എങ്ങോട്ട് കേൾക്കുമ്പോൾ മകൻ ജയിലിൽ കിടക്കേണ്ടി വരും എന്നൊക്കെ കേൾക്കുമ്പോൾ ചന്ദ്രബോസിന് ആകെപ്പാടെയും സന്തോഷമാവുന്നുണ്ട്. പക്ഷെ പെട്ടെന്നാണെങ്കിൽ രാഘവൻ നായർ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് നിന്ന് ചോദിക്കുകയാണ്, അത് പതിയാണ് ചോദിക്കുന്നത്, എടാ മോനെ നീ ആ സ്വർണ്ണം എവിടെയാണ് വച്ചേക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം അച്ഛൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, എടാ മോനെ ആ സ്വർണ്ണം ഉണ്ട്, ഞാൻ കണ്ടതാണ്, നമ്മുടെ വീട്ടിൽ എവിടെ ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ, പക്ഷേ അത് എവിടെയാണ് വച്ചിരിക്കുന്നത് എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ പതിയെ പറയുകയാണ് രാഘവൻ നായരോട്, അച്ഛാ ഇത് പോലീസ് സ്റ്റേഷനാണ്, എന്തെങ്കിലും അവരെ പോലീസുകാരെന്തെങ്കിലും കേട്ടാൽ അവരെ അച്ഛനെ കൂടി പിടിച്ച് അകത്തിടും എന്നിങ്ങനെ വിഷ്ണു ഇങ്ങനെ പതിയെ പറയുമ്പോൾ ഇത് ചന്ദ്രബോസ് ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ അച്ഛനും മോനും കൂടി അവിടെ ഒരു കുശല അന്വേഷണം എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനോട് പറയുകയാണ്. അപ്പോൾ നീ പെങ്കൊച്ച് ആരാ എന്താന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് നീ കളിച്ചതും സ്വർണ്ണം അടിച്ചു മാറ്റിയതും ഒക്കെയല്ലേ, പേരിന് വേണ്ടി ഒരു ഓട്ടോയും വാടകയ്ക്ക് എടുത്തിട്ട് പിടിച്ചു പറയും മോഷണം ഒക്കെയാണല്ലേ തൊഴിൽ എന്ന് പറഞ്ഞ് എന്നിട്ട് ആ മേശപ്പുറത്തേക്ക് ചന്ദ്രബോസ് അങ്ങോട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ശിക്ഷകളൊക്കെ ഏറ്റുവാങ്ങാനായിട്ട് നിനക്കിനി ഒരു ജന്മം കൂടി ജനിക്കേണ്ടി വരുമല്ലോ, എന്തായാലും പിന്നെ ഇവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, കേസ് ഞാൻ എഴുതിക്കോളാം, എഴുതേണ്ട രീതിക്ക് തന്നെ എഴുതിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പിന്നെ അച്ഛനോടും മകളോടും എന്തായാലും നിങ്ങൾ പൊയ്ക്കോ, ബാക്കി ഞാൻ അറിയിക്കാം എന്ന് പറയുകയാണ്. തുടർന്നാണെങ്കിൽ അവർ അവിടെ നിന്നും പോകുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ഇങ്ങനെ നോക്കി തന്നെ നിൽക്കുകയാണ്. ചന്ദ്രബോസിന് ആകെപ്പാടെ സന്തോഷം, വിഷ്ണുവിനെ കൂടുതൽ FIR എഴുതാനായിട്ട് കൂടുതൽ സാഹചര്യങ്ങളും പഴുതുകളും ഒക്കെ കിട്ടിയല്ലോ, അപ്പോൾ മനഃപൂർവ്വമാണ് എടുത്തതെന്നുള്ളതും കൂടി ചന്ദ്രബോസ് അവിടെ എഴുതി ചേർക്കും. തുടർന്ന് സത്യഭാമയോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയണോ പൊയ്ക്കൂടെ എന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. എന്ന് നാടകം കളിക്കാതെ ഇറങ്ങിപ്പോടോ എന്നിങ്ങനെ രാഘവൻ നായരോടും പറയുന്നുണ്ട്. അന്നേരം സത്യഭാമയും രാഘവൻ നായർ ഇങ്ങനെ വിഷ്ണുവിനെ തന്നെ നോക്കുകയാണ്. അന്നേരം ഒരു കുഴപ്പമില്ല അമ്മ ചെല്ല് എന്നിങ്ങനെ ഭാമയോട് വിഷ്ണു പറയുമ്പോൾ പിന്നെ ഇറക്കി വിടടോ ഇവരെ എന്നിങ്ങനെ ചന്ദ്രബോസ് സോമശേഖരനോട് വീണ്ടും ദേഷ്യപ്പെടുകയാണ്. അന്നേരം വരൂ എന്ന് വിളിക്കുന്നുണ്ട്. തുടർന്ന് ചെല്ല് എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ഭാമ ഇങ്ങനെ തിരിഞ്ഞ് സങ്കടത്തോടെ രാഘവൻ നായരും കൂടി വിഷ്ണുവിനെ തന്നെ നോക്കുകയാണ്. തുടർന്ന് ചന്ദ്രബോസ് ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുന്നു. വിഷ്ണു പക്ഷേ എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നു. ആ ഒരു സീനോട് കൂടി എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയാണ് ശാലിനി അങ്ങോട്ട് സ്റ്റേഷനിലേക്ക് വരുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ. പക്ഷേ ഇവിടെ ഇനി എങ്ങനെ ആ ഒരു സ്വർണം കണ്ടുപിടിക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ രാഘവൻ നായർക്ക് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഓർമ്മ വരികയാണെങ്കിൽ ആ ഒരു സ്വർണം കണ്ടെത്തുക തന്നെ ചെയ്യും, എങ്കിലും അതൊരു തിരിച്ചേൽപ്പിക്കുകയും ചെയ്യാം. പക്ഷേ പ്രശ്നങ്ങൾ ഈ ചന്ദ്രബോസ് കൂടുതൽ വഷളാക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണെങ്കിൽ നസീറിൻ്റെ ആ ഒരു ബോഡി ആ ഒരു പറമ്പിൽ തന്നെ ഗോപാലകൃഷ്ണൻ കുഴിച്ചിട്ടിട്ടുമുണ്ട്. അതും ഇനി എങ്ങനെയൊക്കെ കണ്ടെത്തും എന്നുള്ളതൊക്കെയാണ് അടുത്തടുത്ത എപ്പിസോഡുകളിൽ. പക്ഷേ പ്രശ്നങ്ങൾ പെട്ടെന്ന് ശാലിനി പരിഹരിക്കുമെന്ന് തോന്നുന്നു. ഓക്കെ, കാണാം. ഓക്കെ, താങ്ക് യു.